എന്നാൽ മഹാനായ അഭിമന്യനായ ഗുരുവര്യർ എവിടെയാണോ കാലുകുത്തുന്നത് അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറിന്റെ വിളയാട്ടം ഉണ്ടാവുകയാണ്. ഓരോ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പ്രവാചകപ്പെടുത്ത പ്രബോധനവുമായി അള്ളാഹു തആല ഏൽപ്പിച്ചവൻ മക്കയുടെ സ്വഭാവം എന്താണോ, മക്കയുടെ ഭൂമിശാസ്ത്രം എന്താണോ, മക്കയുടെ സാഹചര്യം എന്താണോ, ആ സാഹചര്യമാണ് അഭിമന്യനായ ഗുരുവര്യർ മഹാനായ ശൈഖുനാ അവറുകൾ പോയ ഇടങ്ങളിൽ മുഴുവനും ഉണ്ടായിരുന്നത്. എല്ലാം അങ്ങനെയാണ്. ചപ്പാരപ്പടവിൽ മഹാനായ ശൈഖുനാ അവറുകൾ കടന്നു വരുമ്പോൾ 40ഓളം മുതഅല്ലിമീങ്ങളുമായി കടന്നു വരുമ്പോൾ ചപ്പാരപ്പടവിലുള്ള ജുമാഅത്ത് പള്ളിയുടെ മുകളിൽ മഹാനായ ശൈഖുനാ അവറുകൾ ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട തട്ടി കൊണ്ടുണ്ടാക്കപ്പെട്ട റൂമിൽ അവിടെ കടന്നുറങ്ങുമ്പോൾ 40ഓളം മുതഅല്ലിമീങ്ങൾ അവിടുത്തെ ചാരത്തോട് ചേർന്നുകൊണ്ട് പള്ളിയുടെ മേൽഭാഗത്ത് കടന്നുറങ്ങുമ്പോൾ വലിയ വലിയ നാട്ടുകാർ പറയുന്നുണ്ട്, മഹാനായ ശൈഖുനാ അവറുകൾ വരുന്നതിന് മുമ്പ് പള്ളിയുടെ മുകളിൽ വാളുകളും പരിചകളും തമ്മിൽ മുട്ടുന്ന സൗണ്ടുകൾ കേൾക്കാം. വാളുകളും പരിചകളും തമ്മിൽ മുട്ടുന്ന സൗണ്ടുകൾ കേൾക്കാം. മഹാനായ ഗുരുവര്യർ അവിടെ കാല് കുത്തിയത് മുതൽ ആ സൗണ്ട് കേട്ടിട്ട് പോലുമില്ല. എവിടെയാ പോയത്? പിശാചിന് ഇടമില്ല. ഇറങ്ങിയത് നൂറാണ്. ആ നൂറ് മനസ്സിലാക്കി അവർ കടന്നു വന്നു. നൂറ് വേണ്ടെന്ന് വെച്ചവർ നശിച്ചു പോയി. നൂറിനെ മനസ്സിലാക്കാൻ മുന്നോട്ട് വരാത്തവർ ഹതഭാഗ്യരായി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലുമുണ്ടത്. മനസ്സിലാക്കി ഒരു ലക്ഷ്യവുമില്ലാതെ കടന്നു പോകണം. മഹാനായ പ്രവാചകൻ മുന്നിലേക്ക് സ്വഹാബത്ത് എങ്ങനെയാണോ കടന്നു പോയത്, ആ കടന്നു പോക്കാണ് വേണ്ടത്. ഉമ്മയില്ലവിടെ, ഉപ്പയില്ലവിടെ, കുടുംബമില്ലവിടെ, നാടില്ലവിടെ. എനിക്ക് വേണ്ടത് നൂറാണ്. ആ നൂറിലൂടെ പോകേണ്ടത് അല്ലാഹുവിലേക്കാണ്. ആ നൂറ് ഏറ്റെടുക്കാൻ പോയവർ വിജയിച്ചിട്ടുണ്ട്. ആ നൂറ് പകുത്തുണ്ടാക്കാനാണ് ജാമിയ ഇർഫാനിയ മഹാനായ ശൈഖുനാ അവറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ അത് പറഞ്ഞ പോലെ 4 വർഷത്തോളം ജുമാഅത്ത് പള്ളിയിൽ നിന്ന് പിന്നീട് ഇർഫാനിയ അറബി കോളേജായി രൂപാന്തരപ്പെടുത്തി. വർഷങ്ങളോളം പട്ടിക്കാട് ജാമിഅ നൂരിയയിലേക്ക് പറഞ്ഞു വിട്ട് രക്ഷിതാക്കളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട്, രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രയാസം മാനിച്ചുകൊണ്ട് ജാമിഅ ഇർഫാനിയയിൽ തന്നെ മുത്തവ്വൽ സനദ് കൊടുക്കണമെന്ന ആഗ്രഹം നിറവേറ്റിക്കൊടുത്ത് പ്രസിദ്ധമായ ദീനിന്റെ അടിത്തറ ചപ്പാരപ്പടവിൽ പാകുകയാണ് മഹാനായ ശൈഖുനാ അവറുകൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഓർക്കാൻ ജാമിഅ ഇർഫാനിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ സാഹചര്യം ആരോഗ്യമായി വളരെ പ്രയാസമാണ്. ആ പ്രയാസം അനുഭവിക്കുന്ന കുടുംബം. And now, the Colonel is spicing things up to make you go, new spicy Chipotle. ആ പ്രയാസം അനുഭവിക്കുന്ന കുടുംബം പലപ്പോഴും ആ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ജേട്ടൻ കടന്നു വരും. ജേട്ടൻ കടന്നു വന്ന് അവനെ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവൻ എൻ്റെ റൂമിൽ വന്ന് പറയുന്ന ഒരു കഥയുണ്ട്. എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പില്ലെന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ്. അദ്ദേഹം പറയാണ്, ഞാനിവിടെ വന്നാൽ പോകുന്നത് വരെ പോകാനിട്ട് മനസ്സൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു സമാധാനം, കാരണം അള്ളാഹുവിന്റെ നൂറാണ് നടക്കുന്നത്. അള്ളാഹു നൂറാണ്. അള്ളാഹുവിന്റെ നൂറ് കൈകാര്യം ചെയ്യുന്ന മഹത്തുക്കൾ അവരുടെ ദേഹത്തുള്ളത് നൂറാണ്. ആ നൂറ് പരക്കുന്ന ഇടങ്ങളിൽ സമാധാനമുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, നീയാണ് ശാന്തി. നിന്നിലേക്ക് വന്നവർക്ക് വമിൻകസ്സലാം, നിന്നിൽ നിന്ന് മാത്രമേ അത് ലഭ്യമാവുന്നുള്ളൂ. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് ശാന്തിയുടെ എല്ലാ മടക്കവുമുള്ളത് എന്ന് റബ്ബിലേക്ക് പറയുന്നത് അല്ലാഹുവിന്റെ നൂറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ നൂറ് മനസ്സിലാക്കിയവർ പോലും നൂറ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അന്ത്യഘട്ടത്തിൽ അത് ബോധ്യപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ശൈഖുനാന്റെ മുന്നിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ജാമിഅ ഇർഫാനിയുടെ സംഭവം പറയുന്നതിനോട് ചേർന്ന് ഞാൻ പറയുകയാണ്. മഹാനായ മൗലാന്റെ അടുക്കൽ ഒരു സുമുഖനായ, ഇസ്തിരി പോലും ചുളിയാത്ത തൂവള്ള വസ്ത്രധാരിയായ ഒരു മുതലാളി കടന്നു വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണത്. മുതലാളി കടന്നു വരുന്നു. മഹാനായ മൗലാന്റെ മുമ്പിൽ അന്നൊരു ആലിമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ഒരു ആലിമുണ്ട്. ഒരു ആലിമുമായി മഹാനായ മൗല സംസാരിക്കുന്നു. അയാൾക്ക് വേണ്ട അമല് കൊടുക്കുന്നു. അമല് കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, ഈ ഒരു അമൽ നീ ഒരു വട്ടം ഒന്നും അവിടെ മാറി ഇരുന്ന് കൊണ്ട് ചൊല്ലണം. രണ്ടാമത് ഈ മുതലാളിയാണ് കടന്നു പോകുന്നത്. സമയം ഏറെയൊന്നായിട്ടില്ല, രാവിലെ പ്രഭാത സമയമാണ്. 7:45 സമയമാണ്. 7:45 സമയത്തിൽ പ്രമുഖനായ വ്യക്തി പോയിട്ട് മലാനായ മൗലയെ കാണുമ്പോ മൗലാന്റെ മുമ്പിൽ കൈ നീട്ടിയപ്പോ മൗല കൈ കൊടുത്തിട്ടില്ല. അയാളോട് കുറെ സമയം നോക്കിയിട്ട് അയാളോട് പറയാണ്, നീ ആ കുടുംബത്തോട് പൊരുത്തപ്പെടിച്ചിട്ട് എല്ലാം തുറഞ്ഞു പറഞ്ഞ് എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. എല്ലാം ഏറ്റു പറയണം. ഒന്നും അയാൾ അറിയില്ല, ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല. അയാൾ പറയാണ്, മൗല പറയുന്നു നീ ചെയ്തിട്ടുണ്ട്. അയാളൊന്നിട്ടും അത് സമ്മതിക്കുന്നില്ല. അവസാന മൗല പറയുന്നു, ഇന്നാലെന്ന കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരാളെ സമ്പത്തിന് വേണ്ടി നീ കൊല ചെയ്തിട്ടുണ്ട്.
സമ്പത്തിന് വേണ്ടി നീ ഒരാളെ കൊല ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല മറ്റൊരാളുടെ ഉദ്ദേശ്യത്തിൽ. അതിന് കാരണമുണ്ട്, വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മൗല എന്നോട് പറഞ്ഞ വിഷയം ഇങ്ങനത്തെ വിഷയം മൗല തുറന്നു പറഞ്ഞതാണ്. ഞാൻ എൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാളുടെ പ്രശ്നം തീർക്കാൻ അയാളെ മുമ്പിൽ വെച്ചാൽ പ്രശ്നമൊട്ട് തീരൂല്ല. അയാൾ ഇല്ലാതായാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാളെ കൊല ചെയ്യാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു. അത് പൊരുത്തപ്പെടിക്കാനാണ് മൗല എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കാണുന്ന പ്രകാശമുള്ളത്, പ്രകാശത്തിന് ഹൃദയത്തിലേക്ക് കയറാൻ കഴിയുള്ളൂ, പ്രകാശങ്ങൾക്ക് ഹൃദയത്തെ ശുദ്ധമാക്കാൻ കഴിയുള്ളൂ. ആ പ്രകാശമാണ് അഭിമന്യനായ മൗലാത്തങ്ങൾ. ചെപ്പാരപ്പടവിലുള്ളപ്പോൾ ഹറമിൽ പോവൻ ഞാൻ ഓർക്കുകയാണ്. ആദ്യമായി മഹാനായ മൗല ഉംറക്ക് പറഞ്ഞു വെച്ചൊരു കാലഘട്ടം. ഉംറ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒമാൻ എയറിലാണ് നമ്മുടെ സഞ്ചാരം. ഒമാൻ എയർപോർട്ടിലേക്ക് എത്തി. ഒമാൻ എയറിൽ തന്നെ അതിൽ നിന്ന് വീണ്ടും കയറുകയാണ്. പ്ലെയിൻ പൊങ്ങി, ഉയരത്തിൽ പൊങ്ങിയിട്ട് ആ പ്ലെയിൻ എയർപോർട്ട് വിട്ട് എവിടേക്കും പോകുന്നില്ല. അവിടുന്ന് ചുറ്റിക്കറങ്ങാൻ. സംഭവം അറിയില്ല. ഫ്ലൈറ്റിനുള്ളിലാണെങ്കിൽ അതിശക്തമായ താപം, അതിശക്തമായ ചൂട്. ആ ചൂട് താങ്ങാൻ കഴിയാതെ നമ്മളെല്ലാവരും ഭയവിഹ്വലരാണ്. പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെയുണ്ടായിരുന്ന അമീർ ഉസ്താദും തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും മഹാനായ മൗലാന്റെ പേരിൽ യാസീനോദരല്ലാതെ വേറെ വഴിയില്ല. ഒരല്പം കൂടി പ്ലെയിന് മേലോട്ട് പൊങ്ങിയാൽ താപം താങ്ങാൻ കഴിയാതെ പ്ലേറ്റ് മുഴുവനും കത്തിച്ചാമ്പലാകുമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനോ താഴേക്ക് ഇറങ്ങാനുള്ള സിഗ്നലോ കിട്ടാതെ പ്രയാസപ്പെടുന്നു പൈലറ്റ്. ആ പ്രയാസപ്പെടുന്ന പൈലറ്റിന് പെട്ടെന്ന് നിർദ്ദേശം വരികയും അദ്ദേഹം താഴെ ഇറക്കുകയും ചെയ്യുകയാണ്. ഒന്നും അറിയില്ല, എന്താ സംഭവിച്ചത് ഒന്നും നമ്മൾ അറിയില്ല. മഹാനായ മൗലാന്റെ മുന്നിലേക്ക് നമ്മളെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് മൗലാന്റെ മുന്നിൽ പോയപ്പോ നേർക്ക് നേരം നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയാണ്, എവിടെയും മൗല ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? എവിടെയും മൗല കൂടെയുണ്ടെന്ന് ബോധ്യപ്പെട്ടോ? അവിടെയും മൗലയാണ് ഒന്നും സംഭവിക്കാതെ പ്ലെയിനിനെ താങ്ങി നിർത്തിയത് എന്ന വെറും വാക്കല്ല, അനുഭവത്തിന്റെ വെളിച്ചം പറയുകയാണ്. കേൾക്കുമ്പോൾ പറയോ ത്വരീഖത്തിന്റെ ടീം എന്തൊക്കെയോ വിളിച്ചു പറയാണ്. അനുഭവം പറയുമ്പോഴെങ്ങനെയാണോ വെറുതെ ആവുക? ഇറങ്ങിയൊന്നും പോകേണ്ടതില്ല. ഇങ്ങനെ അത്ഭുതങ്ങളെ കൊണ്ട് ലോകം കൈയാളിയ മഹാനായ മൗല തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ലോകത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഉറപ്പിക്കലിന്റെ ഭാഗമാണ് ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം വലുതായി. മൗലാന്റെ പേരിൽ അവിടെ സൗദമുണ്ടാക്കി. മഖാമിന്റെ അടുക്കൽ ആരാരും വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെയും വലിയ ബിൽഡിംഗ് എടുക്കുകയാണ്. ആകെ 4 മുറി കോട്ടേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഇടമായിരുന്നു അത്. 4 മുറി മാത്രമുള്ള കോട്ടേഴ്സ്. ആ കോട്ടേഴ്സിന്റെ പരിസരത്തൂടെ നമ്മളൊക്കെ മുതഅല്ലിമായ കാലഘട്ടത്തിൽ വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോകാറുണ്ട്. അവിടെ കുളിക്കാൻ വേണ്ടി നമ്മൾ പോകാറുണ്ട്. അന്ന് നമ്മൾ കാണുന്ന കോട്ടേഴ്സാണ്. ആ കോട്ടേഴ്സ് അടങ്ങുന്ന സ്ഥലം മഹാനായ മൗല കച്ചവടമാക്കുകയാണ്. ആ കച്ചവടമാക്കിയ സ്ഥലത്ത് കുറ്റിയിട്ട് കൊണ്ട് ബൃഹത്തായ ബിൽഡിംഗ് പൊക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ വ്യാസം കണ്ടപ്പോ ഈ സ്ഥലത്താണോ ഇത്രയും വലിയ ബിൽഡിംഗ് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാർ അവരെ കൈയാണ് അള്ളാഹു താല ഭൂമി ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യാനുസരണം വിശാലമാക്കാം. ഖുദ്രിയ നഗർ നിങ്ങൾ നോക്കൂ. ഇന്ന് പോയി ഖുദ്രിയ നഗർ നിങ്ങൾ നോക്ക്. ഖുദ്രിയ നഗറിൽ നമ്മൾക്ക് എണ്ണിയാൽ